എനിക്കറിയാം. നീ ദാസപ്പനോട് പരിഭവിക്കുന്ന എന്തിനാ? ആ രാമു നമ്മുടെ ശത്രു തന്നെയാ. അതിന് ശാന്തി എന്ത് പിഴച്ചു വെച്ചാ? ഏതായാലും അവർക്ക് ജോലി കൊടുത്തില്ലേ, അതുപോലെ. അല്ല, ശേഷകാരി ഇന്ന് അമ്പലത്തിൽ പോയില്ലേ? ഇല്ല. നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? സമയമായി വരുന്നോ? ആ ചെല്ല, വേഗം ചെല്ല. വരുമോ? വാസന്തിക്ക് ഇവറ്റുകളെ ഒന്നും ശരിക്കറിഞ്ഞൂടാ. നമ്മുടെ പഞ്ചായത്തിൽ പല രഹസ്യങ്ങളുമുണ്ട്. ഈ ശത്രു സന്തതികളെയൊക്കെ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയാൽ... ഇവളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണോ ദാസപ്പ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ദാസപ്പൻ പിള്ളേ. ഗുഡ് മോർണിംഗ്. എന്താ വരാൻ താമസിച്ചത്? ഓഫീസിൽ പോകുന്ന മുമ്പ് ഇതിലെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ വൈഫും സെർവന്റുമായിട്ട് ഒരു ഗലാട്ട. എന്തോന്ന് ഗലാട്ട? വൈഫ് സെർവന്റിനെ തല്ലി, സെർവന്റ് തിരിച്ച് വൈഫിനെ തല്ലി. ആകെ ഡേഞ്ചറായി. കൊള്ളാമല്ലോ, വേലക്കാരിയും ഭാര്യയുമായിട്ട് അടിപിടി. വൈഫ് സെർവന്റിനെ ഡെയിലി ഉതയ്ക്കാറുണ്ട്. ബട്ട് സെർവന്റ് വൈഫിനെ ഉതയ്ക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് സാർ. എന്നിട്ട് എന്തായെന്ന് പറയടോ? എന്താകാനാണ് സാർ? സെർവന്റ് സെർവന്റിന്റെ വീട്ടിലേക്കും വൈഫ് വൈഫിന്റെ വീട്ടിലേക്കും പോയി. ഓ, അപ്പൊ തന്റെ ശല്യം അവസാനിച്ചല്ലോ? ഇല്ല സാർ, ശല്യം തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ മുതൽ കിച്ചൺ വർക്ക് മുഴുവനും ഞാനായിരുന്നു. എന്ന് പറഞ്ഞാൽ മേലിലും താൻ താമസിച്ചേ വരുള്ളൂ എന്നർത്ഥം? നോണോ, വൈഫ് പോയാൽ സെർവന്റ് വരാമെന്ന് രഹസ്യമായി എഗ്രി ചെയ്തിട്ടാണ് പോയത്. അത് ശരി. അപ്പോൾ സ്വാമിയും സർവന്റും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു അതല്ലേ? കറക്റ്റ്. വൈഫിനെ സെർവന്റിനെ വളരെ ഡൗട്ടാണ്. എന്താ സ്വാമി അങ്ങനെ സംശയം വരാൻ? നമ്മുടെ സെർവന്റ് കേൾ വൈഫിനേക്കാൾ വളരെ എഫിഷ്യന്റ് ആണ്. സ്വാമിയുടെ സർവന്റിനെ ഞാൻ ഇതുവരെ ഒന്ന് കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ഒന്ന് കാണണം. ബ്യൂട്ടിഫുൾ കേൾ, അതായത് സ്ലിം ബ്യൂട്ടി, തങ്ക കമ്പി. അതാണ് സ്വാമിയുടെ ഭാര്യ കൂടെ കൂടെ പിണങ്ങി പോകുന്നത്. പോകട്ടുമേ, വൈഫ് പിണങ്ങി പോകുമ്പോഴാണല്ലോ സെർവന്റ് കേളിന്റെ സിൻസിയാരിറ്റി മനസ്സിലാവുന്നത്. സ്വാമി, നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരു ലേഡി ക്ലർക്കിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ലേഡി? നമ്മുടെ ആ രാമുവിന്റെ സഹോദരി ശാന്തി. അയ്യോ, അത് ഡേഞ്ചറാണ് സാർ. നമ്മുടെ ഓഫീസിൽ പല സീക്രട്ടുകളും ഉണ്ട്. ഇതോ അതിനല്ലേ തന്നെ ഇവിടെ നേരത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുന്നത്? അവളെ ഞാൻ ഏറ്റെടുക്കുന്നു. അവളെ ഏറ്റെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഓഫീസിലെ രഹസ്യങ്ങൾ ചോർന്നു പോകരുതെന്ന്. നെവർ, പോകവേ മാറ്റേ. ഓ, മറ്റു മാസം മറ്റു മാസം മോളെ ശുഭമോളെ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അമ്മയ്ക്ക് ഇവളെ നയിക്കാൻ പറ്റും. ചേച്ചിക്ക് ജോലി കിട്ടി. എവിടെ ചേച്ചി? പള്ളിക്കൂടത്തിലാണ്. പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കാ. ചേച്ചി മോളോട് യാത്ര ചോദിക്കാനാ വന്നത്. ഈ ജോലിയെ പറ്റി രാമുവിന്റെ അഭിപ്രായം എന്താ? ചേട്ടനെ ഈ പഞ്ചായത്ത് ഓഫീസിലെ ജോലിയെ ഇഷ്ടമില്ല. എനിക്കും അതാണ് അഭിപ്രായം. ആ പ്രസിഡന്റ് നല്ലവനല്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സമയമായി, പോട്ടെ. ചേച്ചിക്ക് ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്ത് കണ്ടു തരും? മോക്ക് എന്ത് വേണം? ചോക്ലേറ്റ്, കളിപ്പാട്ടം. ചോക്ലേറ്റിന് വയസ്സ്, കളിപ്പാട്ടം ശമ്പളം കിട്ടിട്ട് വരട്ടെ. ഓഫീസിൽ കാണുന്നു. ശാന്തകുമാരി ഭക്ഷണം. അതെ സർ. ഗുഡ് ഗുഡ്. അടുത്ത റൂമിൽ ഹെഡ് മണിത്താമിയുണ്ട്. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു. താങ്ക് യു സർ. ശാന്തകുമാരി. ഓ, ശാന്തകുമാരി അമ്മ. റൗണ്ടിന്റെ സിസ്റ്റർ. അതെ സർ. അതല്ല, അവിയാണ് ഭദ്ര ഭദ്ര. ഇവിടെ അച്ഛനോ അതോ ഓഫീസറോ? സത്യം പറഞ്ഞ എനിക്കും അതാണ്. ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചാൽ നാളെ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ സ്വാമി, ഈ ആഴ്ചത്തെ ജാതകഫലം എനിക്ക് അല്പം മോശം. എന്റെ ഈ ജാതകഫലം മോശമാണ്. നല്ല കൊള്ളണമെന്നോ അതോ കൊടുക്കണമെന്നോ? ശുദ്ധ ബ്രാഹ്മണൻ യാരെയും തള്ളാറില്ല. അതെല്ലാം മുല്ലപ്പൂർണ്ണ മുട്ടാളന്മാരുടെ ബിസിനസ് അല്ലേ സ്വാമി? അതെ, സ്വാമി തന്നെ ഈ കുട്ടിക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്തു. എവിടാ വീട്? വരുന്നില്ല. ഇവിടെ ഒരു ടേബിളും ചെയറും കൊണ്ട് ഇട്ടാൽ മതി. ഓ, സ്ത്രീയാണല്ലോ. സ്വാമിയുടെ അടുത്ത് തന്നെ എടുത്തു തരാം. ശാന്തകുമാരി അമ്മ തൽക്കാലം ആ സീറ്റിൽ പോയി ഇരുന്നുള്ളൂ. എനിക്ക് ഈ ഫയലിന്റെ ഒരു പേര് കോപ്പി എടുക്കണം. ശരി സർ.
സാറും കുട്ടിയുമെല്ലാം നമ്മുടെ സ്കൂളിൽ ഇവിടെ ഞാൻ സ്വാമിയാണ്, സ്വാമി എന്ന് വിളിച്ചാൽ മതി. പുകയെല്ലാം മനസ്സിലാകും. ആ വെക്കണം വെക്കണം. സ്ത്രീകൾ വരുന്ന കണ്ടില്ലേ? രണ്ട് കണ്ണല്ലേ ഉള്ളു, എന്തെല്ലാം കാണും? വഴി ഒഴിഞ്ഞു തരണം. ആരൊഴിയണം? നിങ്ങള്. എന്ന് ഏത് പ്രമാണത്തിൽ പറയുന്നു? ആണുങ്ങളായാൽ കുറച്ച് മര്യാദയൊക്കെ വേണം. പെണ്ണുങ്ങൾക്ക് അത് വേണ്ടായിരിക്കും. വഴി മാറി തരണം മിസ്റ്റർ, എനിക്ക് കോളേജിൽ പോണം. ഒന്ന് ഇറങ്ങി പോണ ശ്രീമതി, എനിക്ക് എന്റെ പാടത്ത് പോണം. ശ്രീമതിയോ? ഫലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏക മോളല്ലേ, ബഹുമാനിച്ചോളയാന്ന് വിചാരിച്ചു. നല്ല ഗൗരവമുണ്ട്. വയലിലെ പണി കളഞ്ഞിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ നോക്ക്. തൽക്കാലം ഈ കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ഞാൻ കഴിഞ്ഞു. ചേട്ടാ, എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. എന്നാ ഞാൻ വീട്ടിൽ വരട്ടെ? നന്നായി പോയി. അച്ഛന് ചേട്ടന്റെ പേര് കേൾക്കുന്ന പോലും അസ്വസ്ഥതയാണ്. എന്നാൽ വാസന്തി എന്റെ വീട്ടിൽ വരൂ. ഞാൻ വരും, പക്ഷേ അതിങ്ങനെ പുസ്തകം കൊണ്ടല്ല. പിന്നെ എങ്ങനെ? മന്ത്രകോടി അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂക്കളും ചൂടി കളപക്കുറിയിട്ട് പുത്ത മണവാട്ടിയായിട്ട് അങ്ങ് വരും. എന്നിട്ട് സന്ധ്യ കഴിയുമ്പോ മണവറയ്ക്കകത്തോട്ടൊരു വരവുണ്ട്. സമയായി, ഞാൻ പോട്ടെ. പൊയ്ക്കോ. ഞാൻ എങ്ങനെ പോകും? സൂക്ഷിച്ചങ്ങ് പൊയ്ക്കോ. ഓഹോ, അപ്പൊ വൈകിട്ടേ ഒന്ന് കാണണം. ഭയങ്കര പഠിത്തമാണല്ലോ നീ. നിന്റെ അമ്മയില്ലേ ഇവിടെ? വിളിക്കേ. അമ്മേ, അമ്മേ. ഇന്നലെ വൈകിട്ട് വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. ഇന്നലെ വരാൻ പറ്റില്ല, കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. ഇതാ രൂപ. നീ നിലവിലെ പഠിക്കുന്നുണ്ടോ? പഠിച്ച് മുടുക്കുന്നതാണ് കേട്ടോ. ഇന്നടാ, ഇത് അങ്ങോട്ട് വെച്ചോ. അപ്പൊ പഞ്ചാര വേണ്ടല്ലേ? തങ്കമ്മക്കോ പഞ്ചായത്ത് ഓഫീസിൽ ഒരു ഊണ്, സ്പെഷ്യൽ കരിമീൻ. ഇന്ന് കരിമീൻ കിട്ടിയേ ഭാസ്കര. ചതിച്ചാ തങ്കമ്മക്കെന്റെ കരിമീൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടം. എന്റെ കരിമീൻ ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലേ ഭാസ്കര? നല്ല കോഴിയുണ്ട് ഭാസ്കര, കൊണ്ട് കൊടുക്ക്. ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് കരിമീനാ ഇഷ്ടം, രാത്രിയാ കോഴി. അല്ല, ഇത് ആരാ? പട്ടാളം ബാധിച്ചേട്ടനോ? എപ്പ വന്നു? കുറച്ചു നാളായി ഭാസ്കര. അച്ഛാ, പ്രസിഡന്റ് അദ്ദേഹം ഓഫീസിലുണ്ടോ ഭാസ്കര? ഉണ്ട്, കമ്മിറ്റിയാ. നീ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണോ? പിന്നല്ലാതെ എന്തോന്ന് ചെയ്യാൻ? പകല് മുഴുവൻ പഞ്ചായത്ത് ഓഫീസിൽ വേല, അത് വിട്ടിറങ്ങിയ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വേല. ഇതാരാ? ഭാസിയണ്ണനോ? ആ, ഇന്നാ ഭാസ്കര. ഞാൻ പോയിട്ട് വരുത്താ. പിന്നെ ടീച്ചറെ കുറച്ച് വാക്ക് തരാനുള്ള മാസം കൂടി ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കണം. വന്ന കാലം നിൽക്കാതെ കേറി ഇരിയണ്ണ. അച്ഛാ, അപ്പൊ നീ എന്നെ ഇരുത്തിയേ അടങ്ങും. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറന്നിട്ട് പിന്നെ വരാം. അണ്ണൻ എന്ത് വേണം? വേണ്ടത് ഞാൻ പിന്നെ പറയാം. ഇത്ര ആത്മാർത്ഥമായിട്ട് സ്വന്തം ഭാര്യ പറയല്ലോ. ആ, അതാ തങ്കമ്മയുടെ മഹത്വം. നല്ല അനുസരണയുള്ള ഭർത്താവ്. ഞാനങ്ങനെ ആക്കിയെടുത്തതാ. അച്ഛാ, മിടുക്കി. പിന്നല്ലാതെ ആരെങ്കിലും കൊള്ളാവുന്നവർ സംസാരിക്കാൻ വരുമ്പോൾ വായി നോക്കി നിൽക്കും. എത്രയായാലും നിന്റെ ഭർത്താവല്ലേ തങ്കമ്മേ? ഓ, ഭർത്താവ് ആ പൊണ്ണ തടിയേ ഉള്ളൂ, അകം പൊള്ളയാ. പാവം നല്ലവനാ. അയ്യോ, ആദ്യമൊക്കെ ഞാൻ ആരെങ്കിലും ഒന്ന് നോക്കിയാ മതി, അപ്പ കരുതുള്ളൂ. ഇപ്പോഴെങ്ങനെയുണ്ട് തങ്കമ്മേ? ഇപ്പൊ അങ്ങേർക്ക് വകതിരിവ് വന്നിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും നോട്ടമേ ഇല്ല. ദേ, ആര് വരുന്നു? തങ്കമ്മേക്ക, ഒരു ചായ അടിക്കണം. പാലില്ല. ഇന്നലെ ഒരു കട്ടനെങ്കിലും തരണം. പഞ്ചസാരയില്ല. ഇതൊരു കഷ്ടമായല്ലോ. തങ്കമ്മേ, ഈ ഒരു 100 രൂപ പേര് കേട്ട നാളെ നിർത്തിയിരിക്കുക. അന്നത്തെ അതിര് തർക്കം എന്താ എണ്ണ? എന്ത് ചെയ്യാനാ തങ്കമ്മേ? അതിരിൽ നിൽക്കുന്ന മരം മുറിക്കാൻ ആ വാസു സമ്മതിക്കുന്നില്ല. അണ്ണനെ ചൊണയില്ലാഞ്ഞിട്ടാ, വെട്ടി മുറിച്ച് കളയണം. ആ രാമുവാണ് അവന് സഹായി. ഇത് തോക്ക് പിടിച്ച കൈയാണ്. തങ്കമ്മേ, നമുക്ക് കാണാം. ആ, നീ മരുന്നെടുക്ക്. അതാ രാമണ്ണ വരുന്നു. ഇതൊരു ബാർബർ ഷാപ്പൊന്നും അല്ല. ചായ കുടിക്കാൻ വരുന്നവർക്ക് ചെവി കേൾക്കണം. റേഡിയോ ഓൺ ചെയ്യാൻ.
ചേരുള്ളേ ഒരു 3 ചായ. റേഡിയോ ഓൺ ചെയ്യാൻ. അപ്പൊ കൃഷ്ണപിള്ളേ, ആ തോട്ടിൽ പാലം വലിയ അത്യാവശ്യമാണ്. മഴക്കാലമായിരുന്നു. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് മാസം എത്രയായി? അയാൾക്ക് അതല്ലല്ലോ പണി. റേഡിയോ ഓൺ ചെയ്യാൻ. ഇല്ലെങ്കിൽ അയ്യോ ഭാഷ എന്നെ ക്ഷമിച്ചേരെ, അണ്ണൻ പോയിക്കോ. ഒന്നും പോണ്ട, മറ്റേതല്ലേ വന്നത്. അയ്യോ എന്റെ പൊന്നു രാമണ്ണ, അന്നേ നിർത്തിയത് നിങ്ങളെല്ലാം കൂടിയല്ലേ പോലീസിനെ വരുത്തിയത്. നാട് നന്നാക്കാൻ വന്നൊരു പുണ്യപുരുഷൻ. താൻ എന്താ പറഞ്ഞത്? കളവാസു ഒറ്റയടിക്കില്ല. ഇത് തോക്ക് പിടിച്ച കൈയാണ്. ഇതേ കലപ്പ പിടിച്ച കയ്യാ. തൽക്കാലം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമാണ്? ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് ക്ഷീണം തീർന്നിട്ടില്ല. ചേട്ടൻ നിങ്ങൾക്ക് ചേട്ടന് പോ. നിന്നെയൊക്കെ അടുത്തോളാം. അപ്പൊ കണ്ടോളാം. ഞാൻ പോണു. തണല് വെച്ച് പോണേ. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ എന്തൊരാഗ്രഹം. ഇപ്പൊ തന്നെ ആയിക്കോ. അയ്യേ, ചേട്ടനും ചേട്ടന്റെ കാളയും തമ്മിൽ എന്താ വ്യത്യാസം? എപ്പോഴും ചേരലും ചെളിയിലും അല്ലേ? അതാടി എന്റെ അന്തസ്. എനിക്ക് എന്റെ ചേട്ടനെ അന്തസ്സായ വേഷത്തിൽ കാണാൻ എന്തൊരു കൊതി. എന്റെ ജോലി കൃഷി, അതിനനുസരിച്ച വേഷം. തൊട്ടിരിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പറ്റുന്നില്ലല്ലോ. ദേഹം മുഴുവൻ അഴുക്ക്. അത് പുറത്തല്ലേ, അകത്തല്ലല്ലോ നിന്റെ അച്ഛനെ പോലെ. അച്ഛനും ചേട്ടനും തമ്മിൽ ഒന്ന് ഇണങ്ങി കണ്ടാ മതിയായിരുന്നു. അത് ഈ ജന്മം നടക്കും തോന്നില്ല. അച്ഛന് ചേട്ടനോട് എന്താ ഇത്ര വിരോധം? അത് ഇപ്പൊ നീ അറിയണ്ട. അപ്പോ നമ്മുടെ സ്നേഹത്തിന്റെ അവസാനം? വാസന്തി, നാം രണ്ടുപേരും മാത്രം തീരുമാനിച്ചാൽ മതി നമ്മുടെ വിവാഹം. പക്ഷേ എന്റെ അനുജത്തി ശാന്തിയുടെ വിവാഹം കഴിഞ്ഞു.